എവിടെയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഐക്യ പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കട്ടെ, അവർക്കും വാങ്ങാണ്ട് നമുക്കും കുറച്ച് വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വാങ്ങി, എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം വാങ്ങിയതൊക്കെ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നോക്കാം. നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 18 വരെ ഐക്യയുടെ സെയിലാണ്. നല്ല ലാഭത്തിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഓടി വന്നത്. കുറേ വാങ്ങാണ്ട്, അപ്പോൾ നല്ല ലാഭത്തിൽ കിട്ടും. മെയിൻ കിച്ചൺ ആൻഡ് ബാത്റൂം ആക്സസറീസ് ആണ് നമുക്ക് വാങ്ങാനുള്ളത് കേട്ടോ. അമ്മ പറഞ്ഞ പോലെ ആദ്യം വാങ്ങാൻ പറഞ്ഞത് ഒരു കത്തിയാണ്. വീട്ടിൽ കത്തിയില്ല, ഒക്കെ മോശമില്ലാത്ത. ഇവിടെ പ്രകൃതിയായ ഷോപ്പിങ്ങിലാണ് കേട്ടോ. കുറേ പ്ലേറ്റും സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അതല്ലാതെ 1-2 ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ സംഭവം. കുട്ടിയാണെങ്കിൽ ഇവിടെ വായനയാണ്. കാരണം കുട്ടിക്ക് ഭയങ്കര ബോറിംഗ് ആണ്, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2-3 വീക്സ് ആയി പുറത്തിറങ്ങിയിട്ടെന്ന് പറയാം. രമേശേട്ടന് ഡെങ്കി വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കും വയ്യാതെ. അപ്പം അച്ഛനും അമ്മയും വന്നു. അപ്പം അച്ഛനും അമ്മയും വന്നിട്ട് നമ്മൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ, പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അവർ പോവാറായി. അപ്പോൾ അതിന് മുന്നുള്ള ഒരു വീക്കെൻഡ് നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് കുറേ സാധനങ്ങളും പെൻഡിങ് ഉണ്ടായിരുന്നു. കാരണം വീട്ടിലേക്ക് വാങ്ങേണ്ട ഒരു സാധനങ്ങളും അവസാനത്തെ മിനുക്ക് പണികളും സത്യം പറഞ്ഞാൽ 3 വീക്സ് ആയിട്ട് അങ്ങനെ പെൻഡിങ് ആയിരുന്നു. നമുക്ക് വയ്യാതൊക്കെ ആയ കാരണം നമുക്കതൊന്നും വാങ്ങാനോ കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങി കൊടുക്കാനുണ്ട്. എന്നാലാണ് അവർക്ക്, നമ്മുടെ ഇൻറ്റീരിയർ ആൾക്കാർക്ക് കുറേയൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളും കൂടി ഉണ്ട്. അതായത് മെയിനായിട്ട് നമുക്ക് ബാത്റൂം ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ്, ഇതൊക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബാത്റൂം ആക്സസറീസിനാണ് മെയിനായിട്ട് ഞാനിവിടെ വന്നു വെച്ചാലും എനിക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള, അതായത് ഒക്കെ സെപ്പറേറ്റ് ആണ്. നമുക്ക് ഒന്നും കൂടെ ഓർഗനൈസ് ചെയ്ത് വാങ്ങാൻ ബാത്റൂമിൻ്റെ മാത്രം കിട്ടുന്ന കടയായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഈ സുധാമൂർത്തിയുടെ ബുക്ക് ഇന്നത്തോടെ വായിച്ച് തീർക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 3-3:30 എത്തിയതാണ് ഐക്യയിൽ. നടക്കുമ്പോൾ നമ്മൾ അറിയില്ല, കുറേ ദൂരം നിന്ന് നടക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയില്ല. പക്ഷെ സമയം നോക്കുമ്പോഴാണ് ദൈവം ഇത്രയും നേരം നമ്മൾ നടന്നു എന്നുള്ളത്. ഓൾമോസ്റ്റ് കണ്ടോ, ഫുള്ളായി നമ്മുടെ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. എത്രയായി, പക്ഷെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും കേട്ടോ. ഒക്കെ നമുക്ക് ഈ റണ്ണർ, മാറ്റ്, കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിയത്. രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയെന്നല്ലാതെ നമ്മൾ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബില്ലിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ നല്ല ക്യൂ ആയിരുന്നു. മുത്തുക്കുട്ടിയുടെ ബുക്ക് ഏകദേശം വായിച്ച് തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു 4.5 മണിക്കൂറോളം അവിടെ നടന്നു എന്നുള്ളത് വീട്ടിലെത്തി മുട്ട് വേദനിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്തെങ്കിലും മുട്ട് വേദനിക്കണം. അപ്പോഴാണ് നമ്മൾ തിരിച്ചെത്താൻ തന്നെ ഒരു 9-9:30 ആയിട്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ 1 പർച്ചേസ് നടത്തി. പക്ഷെ ബാത്റൂം ആക്സസറീസ് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ബാക്കി ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും കിട്ടി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നേരെ വീട്ടിൽ പോവാം. ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പൊ ഇന്നലെ ഐക്യ പോയി വന്നപ്പോഴേക്കും സമയം ഒരുപാട് ലേറ്റ് ആയി. പിന്നെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതാ ഈ പരന്നിരിക്കുന്നതാണ് നമ്മുടെ ഐക്യയിലത്തെ സാധനങ്ങൾ. അതെന്താണെന്നൊരു ഫുള്ളായിട്ടൊരു വീഡിയോ ഇടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിന് മാത്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ വേണ്ടി വരും. എന്നാലും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് ഏകദേശം ഒരു, ഇതിൻ്റെ ഇടയിൽ ഇതൊന്നും ഐക്യല്ല, ഇതൊക്കെ നമ്മൾ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഐക്യയുടെ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നല്ല ലാഭത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ മെയിൻ ഐറ്റംസ് ഒന്നല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ എന്നാലും അറിയാലോ, ഇങ്ങനത്തെ സെയിലിൽ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ളതൊക്കെ എന്താ വേണ്ടിച്ച ഒക്കെ എടുക്കും. അപ്പം ഞാനൊന്ന് ഇരുന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചധികം സാധനങ്ങൾ ഉണ്ട്. അപ്പം ഞാൻ ഷോർട്സ് ആയിട്ട് കേട്ടോ, കുറേ റണ്ണേഴ്സ്, മാറ്റ്, ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര അടിപൊളി ലാഭത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഇങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഷോർട്സ് പോലെ ഇടാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓരോന്ന് കാണിക്കണമെങ്കിൽ ഒരു ഫുൾ വീഡിയോ കാണിക്കാൻ കുറേ നേരം വേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും പറ്റാവുന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് യൂസ് എന്നുള്ളത്, പുതിയ വീട്ടിൽ ഓരോന്ന് എന്തിനൊക്കെ ഇടുന്നത് എന്നൊക്കെ ഞാൻ അങ്ങനെ ഷോർട്സ് പോലെ കാണിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, ഡബ്ബകൾ. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് അധികം നേരം ഇരിക്കേണ്ടി വരും കാണിച്ചു തരാൻ. അപ്പം അതിന് മുന്നേ ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള മെയിനായിട്ട് ഇപ്പോഴത്തെ സെയിൽ നടക്കുന്ന ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ച് തന്നിട്ട് ഐക്യയുടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പറഞ്ഞ പോലെ ഐക്യയുടെ ഒന്ന് കാണിക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഇപ്പോൾ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്ന ആമസോണിൽ ഓഗസ്റ്റ് 6 മുതൽ 11 വരെയാണ്. സോ നല്ല വൻ സെയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50-80% ഓഫ്, 4 lakh plus സ്റ്റൈൽസും 1500 plus ടോപ്പ് ബ്രാൻഡ്സും സംഭവങ്ങളും ഒക്കെ ഉള്ള അടിപൊളി നമ്മുടെ ഫ്രീഡം ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് സെയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾക്ക് വല്ല കാര്യമുള്ളൂ, അല്ലാതെ
ഈ സാധനങ്ങൾ കാണിച്ചു തന്നാൽ ഉപകാരമാണ്, പക്ഷെ ഷോപ്പിൽ പോയി വാങ്ങുന്നവർക്കല്ലേ, അല്ലാത്തവർക്ക് അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അടിപൊളി ഡ്രസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ ഞാൻ സെയിലായിട്ട് എടുത്തത് ഈ ഒരു ഡ്രസ്സാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഉടുപ്പ് പോലത്തെ ഒരു ഡ്രസ്സാണ്, പക്ഷെ ഈ ലെങ്ത്തിന് താഴെയാണ്. ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെക്സ് പോലത്തെ. എല്ലാം ആമസോണിൽ നിന്ന് എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കോളർ ടൈപ്പ്. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ അവിടെയും കൈയിൻ്റെ അവിടെയും ഒരു ചെറിയ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഫ്രണ്ടിലും ഒരു സ്ലിറ്റ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ചെറിയ ഒരു ലൈറ്റ് റെഡ്, ഓറഞ്ച് റെഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ഫസ്റ്റ് വൺ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഇതെനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് ഞാൻ ഇട്ട്, ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയാലും കാണാം, ഒരുപാട് പേര് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ കുറേ ആയി, നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ തപ്പി നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കുർത്തി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിബയുടെ ഒരു കുർത്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോട്ടൺ കുർത്തിയാണ് കേട്ടോ, വളരെ സിമ്പിളാണ്, ഒരു ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ ആയിട്ടോ ഒക്കെ ഇടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കളർ കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ഒരു എന്താ പറയുക, എന്ത് കളറാണ് ഇത് ആക്ച്വലി, എനിക്കറിയാം എല്ലാ കളറും ഇത് കിട്ടൂല, കറക്റ്റ് കളേഴ്സ് അല്ലെങ്കിൽ എനിക്ക് പറയാനും ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വയലറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ്, നല്ല കോട്ടൺ തുണിയാണ്. സോ ആദ്യം കഴുകുമ്പോൾ എപ്പോഴും നമ്മളൊന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് കഴുകുകയാണ് നല്ലത്, മുക്കി എടുക്കുകയാണ് നല്ലത് ഫസ്റ്റ്, എപ്പോഴും കളർ പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഒരു ബ്ലാക്ക്, ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഒരു ചെറിയ റിസപ്ഷനോ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഗ്രാൻഡ് ലുക്ക് തരുന്ന, ഫുൾ ഒരേ വർക്ക് ആയിട്ടുള്ള ഒരു വി ഷേപ്പ് നെക്കൊക്കെ ആയിട്ടുള്ള, പക്ഷേ ഒരു റിസപ്ഷനോ അത്യാവശ്യം വേണമെങ്കിൽ ഒരു റിസപ്ഷനോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അടുത്തത് കുറച്ച് ഒരു കട്ടിയുള്ള തുണിയാണ്, അതായത് മഴക്കാലത്ത് ഉണങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വിന്ററിലൊക്കെ ഇടാൻ പറ്റുന്ന, തണുപ്പുള്ള സ്ഥലത്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തി. എനിക്ക് ഇങ്ങനത്തെ കുർത്തി നല്ല ഇഷ്ടമാണ് കേട്ടോ. കണ്ട ഒരു വുളൻ ടൈപ്പ് കുർത്തിയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്നവർക്ക് ഒരു കട്ടിയുള്ള ഒരു സംഭവം പോലെ ഇടണം എന്നുണ്ടെങ്കിൽ, ഭയങ്കര കട്ടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഒരു വുളൻ ക്ലോത്ത് പോലത്തെയാണ്. IKEA പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഉടുപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. നിങ്ങൾ കുറേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാകും, കുറേ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് അത് ഇടുമ്പോൾ അത് എവിടെ നിന്നാണ് അതിൻ്റെ ലിങ്ക് തരും, അത് ആമസോണിൽ നിന്നാണ്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ സെയിലിൽ വാങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഓഫറും സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആമസോണിൻ്റെ സെയിലിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ IKEA എന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കുറച്ചായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ മൊത്തം ഇത് തന്നെ ആയിട്ട് പോകും, ഒരു സെയിൽ ഹോൾ വീഡിയോ പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഷോർട്സ് പോലെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ റണ്ണേഴ്സ്, മാറ്റ് കാര്യങ്ങളൊക്കെ ഇത്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള പുതിയ വീട്ടിലേക്കുള്ള കുറേ ചവിട്ടികൾ, റണ്ണേഴ്സ്, മാറ്റുകൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യം വരുന്നത് ബാത്ത് ടവൽസ്, ഹാൻഡ് ടവൽ അല്ലേ, നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഹാൻഡ് ടവൽസ്, ബാത്ത് ടവൽസ്, പിന്നെ എന്താ കിച്ചൺ ടവൽസ് എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. ഇതൊക്കെ അമ്മ വാങ്ങിയതാണ്. കുഷൻ കവറുകൾ, കുഷൻ കവർ, ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ IKEA ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് ഒരു സാധനം തന്നെ നോക്കണമെങ്കിൽ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതെനിക്ക് പൊതുവേ ഞാൻ എപ്പോഴും പറയും, എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്കൊന്നും എന്താ വാങ്ങേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. എഴുതി കൊണ്ടുപോയാലും ഐഡിയ ഉണ്ടാവില്ല കൂടുതലും. മറ്റേ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് അതിനെ മാത്രം കാണുമ്പോൾ നമുക്ക് ഓക്കെ എന്ന് പറയും. ഇതിപ്പോൾ ബാത്റൂം നോക്കുമ്പോൾ അപ്പുറത്ത് കിച്ചണോ ഇത് ഫുൾ സാധനങ്ങളാകുമ്പോഴേ ഭയങ്കര കൺഫ്യൂഷനാണ്. പക്ഷേ ഈ ബാത്ത് ടവൽസ് ആയാലും ഹാൻഡ് ടവൽസ് ആയാലും പിന്നെ കിച്ചൺ ടവൽസ് ഒക്കെ നല്ല സെയിലിൽ, നല്ല ലാഭത്തിൽ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാങ്ങറൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഹാങ്ങേഴ്സ്. പിന്നെ ഇത് ആമസോണിലും ഏകദേശം ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലതാണ്. അതായത് നമ്മളിപ്പോൾ കിച്ചണിൽ ഡ്രോവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ നേരിട്ട് പാത്രങ്ങളായാലും സാധനങ്ങളൊക്കെ ആയാലും വെക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളതാണ് ഇത്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും വെക്കാൻ പറ്റും, അതേപോലെ കിച്ചണിലെ എല്ലാ ഡ്രോവേഴ്സിൻ്റെ ഉള്ളിലും വെക്കാൻ പറ്റും. ഇത് പിന്നെ കുറേ പാത്രങ്ങൾ, നല്ല പാത്രങ്ങളുണ്ട്. ഞാൻ ആക്ച്വലി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പോലെ എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഇങ്ങനെ പല വലുപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ കയ്യിൽ ഇനി മുന്നേ ഉണ്ടായിരുന്നു കണ്ടോ, നമ്മുടെ ഇലക്ട്രോണിക്സ് ടൂൾസ് ഇടണമെങ്കിലോ അല്ലെങ്കിൽ എന്ത് സ്റ്റോറേജിനും കിച്ചണിൽ തന്നെ നമുക്ക് കുറേ ബാക്കി വന്ന കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ അടച്ചടച്ച് വെച്ചില്ലേ, അതൊക്കെ ഒന്നാകുക. അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ തുറന്ന് വെക്കാതെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് വെക്കാൻ പറ്റും. അത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ലതാണ്. മെയിനായിട്ട് വാർഡ്രോബിൻ്റെ ഉള്ളിലും നല്ലതാണ്.
പിന്നെ ഞാൻ നോക്കി വെച്ചതായിരുന്നു പ്ലേറ്റൊക്കെ വെക്കാൻ. പ്ലേറ്റ്, ബൗൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചെറുതാക്കുകയും ചെയ്യാം, ഇത് കുറച്ചധികം വരെ വലുതാക്കാനും പറ്റും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഉപകാരമുള്ള സാധനം. എനിക്ക് കുറേ ആയി നോക്കി നടക്കുന്നതാണ് നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന പ്ലേറ്റുകൾ അല്ലെങ്കിൽ ബൗൾസ് ഒക്കെ. ഇതൊരു ഡിവൈഡർ പോലെ അല്ലെങ്കിൽ ഒരു ഹോൾഡർ പോലെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഡ്രൈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു 5 എണ്ണത്തിൻ്റെ പാത്രം. 5 ഡബ്ബയാണ്, പക്ഷെ നല്ല വലുതാണ്. ഇതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഡ്രൈ ഫുഡ് ഐറ്റംസ് ഇട്ടാൽ, അല്ലാതെ നമ്മുടെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യില്ല. അതിങ്ങനെ എപ്പോഴും പൊട്ടുന്ന പാത്രത്തിലാണ് വെക്കാറ്, അല്ലെങ്കിൽ സേഫ് അല്ലല്ലോ. അതല്ലാതെ ഈ ഡ്രൈ ഫുഡ് ഐറ്റംസും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മാവ് അരച്ച് വെക്കാൻ അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടംപോലെ എണ്ണം കൊള്ളും. ഇതിനധികം വിലയൊന്നുമില്ല, 300 ഉള്ളൂ. മൊത്തം 5 ഇതിലുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ചെറിയ പ്ലേറ്റ് വാങ്ങി, സൈഡ് പ്ലേറ്റ് പോലെ അങ്ങനത്തെ. സാധാരണ ഐക്കിയുടെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഉണ്ട്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ കുഞ്ഞ് ഭംഗില. അതല്ല, ഇങ്ങനെ പൊട്ടുന്ന ടൈപ്പാണ് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഒരു 4 എണ്ണം അത്യാവശ്യം വല്ല മിക്സ്ചറോ ലഡുവോ എന്തെങ്കിലുമൊക്കെ വല്ലവരൊക്കെ വരുമ്പോൾ വെക്കാലോ എന്ന് വിചാരിച്ച്, പ്ലാസ്റ്റിക്കിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പിന്നെ പ്ലേറ്റ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ബ്ലാക്കാണ് വിചാരിച്ചത്. അപ്പം ചേട്ടൻ ഈ കളറാണ് കൂടുതൽ ഇഷ്ടമായത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പ്ലേറ്റ്. നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ. എൻ്റെ കയ്യിലായതുകൊണ്ട് എത്ര ദിവസം ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വീട് പൊട്ടും. അപ്പോൾ അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ്, നമ്മളൊരു വീഡിയോയിൽ ഇട്ട പോലെ ഗസ്റ്റിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേറ്റ്. അങ്ങനെയല്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന നല്ല സെയിലിൽ നല്ലത് കണ്ടു, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിനൊരു 8 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ അത് മുഴുവനപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ ആക്ച്വലി വാങ്ങിയിട്ടുള്ളത്, അല്ലറ ചില്ലറ സാധനങ്ങൾ. അപ്പോൾ നല്ല ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇതാ കിച്ചൺ ടവലുകൾ, കിച്ചൺ ടവൽസ്. ഇതൊക്കെ കുറേ കാലമുണ്ട്, 1 കൊല്ലത്തിന് മേലെ നല്ലോണം പോലെ കഴുകി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. കിച്ചൺ ടവലും ഹാൻഡ് ടവലൊക്കെ എനിക്ക് എപ്പോഴും ആവശ്യമാണ്, എപ്പോഴും കൈ കഴുകി തുടയ്ക്കണ കാരണം. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ബാക്കി ഞാൻ ഷോർട്സിലൂടെ എന്തായാലും ഓരോന്നോരോന്ന് വെക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ വെക്കണം, എന്തിനൊക്കെ യൂസ്ഫുൾ എന്നൊക്കെ കാണിച്ചു തരാം. തൽക്കാലം ഇതൊക്കെയാണ്. ഇനി ബാത്റൂം ആക്സസറീസ് വാങ്ങാൻ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഞാൻ പറ്റിച്ച് അതും കൂടെ കാണിച്ചു തരാം. അതിപ്പോൾ ഇന്ന് പോകാനാണ് പ്ലാൻ, അറിയില്ല എന്താണെന്നുള്ളത്. ഗോതമ്പിൻ്റെ ഗോതമ്പ് കുറച്ച് അരിപ്പൊടി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അരിപ്പൊടി കൊണ്ടാണ് നമ്മൾ സാധാരണ അട ഉണ്ടാക്കാറ്. ഇതിപ്പോൾ ഇവിടെ അരിപ്പൊടി ഇല്ല, അതുകൊണ്ടമ്മ ഒരു ഇലയും കുറച്ച് ഉണ്ടായിരുന്നു. പ്രേംഷേട്ട കുറേ ദിവസമായി പറയുന്നു ഇവിടെ അട ചെയ്യാറുണ്ട്. അപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് അട, അതിലേക്കുള്ള ഫില്ലിംഗ് ആണ് ശർക്കര തേങ്ങയും അല്ലേ, ശർക്കര പാനിയും തേങ്ങയും വേവിച്ചിട്ട്, ആവിയിൽ വേവിച്ചിട്ട്. അല്ല ചൂടാൻ പോവാ? അതെ, അത് ശരി. ഞാൻ ഇത് ആവിയിൽ വേവിച്ചിട്ടാണ്. ഇത് ചുട്ട നന്നാവോ? ഓ, രമേശേട്ടന് ചുട്ടട ഇഷ്ടം, പക്ഷെ എനിക്ക് മറ്റേ ആവിയിൽ വേവിച്ചട ഇഷ്ടം. പക്ഷെ ഞാനിത് തീരെ കഴിച്ചിട്ടില്ല. ഓ, ഇത് ആവിയിൽ വേവിച്ചപ്പോൾ ആകെ കുഴകുഴാന്നാവുണ്ടാവും അല്ലേ, ഗോതമ്പായതുകൊണ്ട്. അതെനിക്കറിയണ്ടായിരുന്നില്ല. ടേസ്റ്റുണ്ടോ ഗോതമ്പ്? ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. പക്ഷെ വേവിച്ച പോലെ തന്നെ ഉണ്ടല്ലേ, ശർക്കര ആയിട്ട് പിന്നെ എന്തും കുഴപ്പമില്ല, മനസ്സിലാവണില്ല അല്ലേ. പിന്നെ ചുട്ടുകൊണ്ടും മറ്റേതാകുമ്പോൾ കുഴകുഴാന്നിരിക്കും. എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഈവനിങ്ങിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലൊന്ന് പോയി നോക്കി. അവിടെ പണി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് അവിടേക്ക് പോയി. അപ്പോൾ ഇത് ടെറസിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ മഴ നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇന്നത്തെ ആ ഒരു ദിവസമാണ് കുറച്ചൊന്ന് സ്കൈ ക്ലിയർ ആയിട്ട് വല്ലപ്പോഴും ഒന്ന് കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലുള്ള വ്യൂവും കാര്യങ്ങളും വാട്ടർഫോൾസാണ് കേട്ടോ നമുക്ക് വ്യൂ ആയിട്ട് കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് രാത്രിയായി. പിന്നെ നമ്മൾ ഫാനും കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞു, ബാത്റൂമിൻ്റെ സാധനങ്ങൾ അത് ഫുള്ള് കിട്ടിയിട്ടില്ല. പക്ഷേ ഫാനിൻ്റെ ഓർഡർ കൊടുക്കാനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പിന്നെയും മഴ പെയ്തു കേട്ടോ. ഇത് തന്നെയാണ് പണി, മഴ പെയ്യുക, നിൽക്കുക, പിന്നെയും മഴ പെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ഫാൻ കടയിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു ക്യൂട്ടായ സംഭവം കണ്ടു കേട്ടോ. ഇതാണ് ലൈറ്റ്.
ഇതെന്തെങ്ങനെ അപ്പോൾ ആ ഒരു ലൈറ്റ് നല്ല ക്യൂട്ടായിട്ട് തോന്നി. ഞങ്ങളത് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ വല്ലാത്തൊരു കോലത്തിലാണ്. നമ്മൾ വെറും ട്രൈ സിറ്റി പോയി ഇവിടെയൊക്കെ തന്നെയല്ലേ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ചില ദിവസമൊക്കെ നമുക്ക് അങ്ങനെയല്ലേ, ഒരു ഡ്രസ്സ് ചെയ്യാനോ ഒന്നും മൂടുണ്ടാവില്ല. ഞാനും അമ്മയും അങ്ങനെ വീട്ടിലത്തെ വേഷം ഇട്ടിട്ട് ഇറങ്ങി വന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി. അപ്പോൾ നമ്മളെല്ലാം നോക്കി വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പോഴേക്കാണെങ്കിൽ നല്ല മഴയും. അപ്പോൾ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ കഴിക്കാൻ. നാളെ ആണെങ്കിൽ ഓഫീസും സ്കൂളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വിചാരിച്ചു അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലാഫെറൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ കാലമായിട്ട് ഒരു കഫേ മോഡലാണ്, നമ്മൾ കുറേ കാലമായിട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നല്ല റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നവി മുംബൈയിൽ തന്നെ നല്ലൊരു ഇതാണെന്നാണ്, റെസ്റ്റോറൻറ്റ് പോലെ ഒരു കഫേ പോലെയാണെന്നാണ് റിവ്യൂ കേട്ടത്. അപ്പോൾ കുറേ ആയി ഞാനിങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം മിത്തുക്കുട്ടി പറഞ്ഞ പോലെ മുത്തശ്ശനും അമ്മമ്മയും വന്നിട്ട് നമ്മൾ എവിടെയും പോയില്ലല്ലോ കഴിക്കാൻ. മിത്തുവിനായിരുന്നു മെയിൻ. കാരണം പറഞ്ഞല്ലോ നമ്മൾ വയ്യാതെ എന്തൊക്കെ ആയിട്ടോ സത്യം പറഞ്ഞ ഒരു 3 weeks ആയിട്ട് നമ്മൾ പുറത്തന്നെ ഇറങ്ങിയില്ല. അച്ഛനമ്മയും വന്നിട്ട് ഇന്നാണ്, ഇപ്പോൾ ഈ ഒരു ദിവസമാണ് ആദ്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത്. ഐക്യമാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ മഴയും ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. അപ്പോൾ എന്നിട്ടും മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫുഡുകളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഓണിയൻ റിങ്സ് ആണ്. സംഭവം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഏരിയയിലുള്ള ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ കേട്ടത് താജിലെ ഷെഫാണ്, എക്സ് ഷെഫാണ് ഇവിടുത്തെ ഇതെന്നൊക്കെയാണ് കേട്ടത്, എനിക്കറിയില്ല. അപ്പോൾ അവരുടെയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാ റീൽസിൽ ഞാൻ കണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏതായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമലി കഴിക്കുന്ന ഓണിയൻ റിങ്സിനേക്കാൾ, അതാണ് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സാധാരണ വാങ്ങി കഴിക്കുന്ന ഓണിയൻ റിങ്സിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. അതേപോലെ മിത്തുക്കുട്ടി ഇവിടെ എന്താ ഒരു ഓറിയല്ല കുക്കീസ് ആൻഡ് ക്രീം ഷേക്കോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഇതൊരു അടിപൊളി ഒരു ബ്രെഡ് ടോസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പെപ്പറോണി ബ്രെഡ് ടോസ്റ്റ്. അതിൻ്റെ ഡിപ്പുകളൊക്കെ നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെ പ്രത്യേകിച്ചും നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോൾ കഴിക്കാനും രസമാണ്. ഹെവിയോ ആണ്, എന്നാൽ നമുക്കിങ്ങനെ കുറേ വാരി വലിച്ച് കഴിക്കാം, അങ്ങനത്തെയും അല്ല. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഉള്ള ഒരു സന്തോഷത്തിലാണ് മിത്തുക്കുട്ടി കേട്ടോ. ഈ മിത്തുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം എങ്ങനെയാണ് ഫോക്കും സ്പൂണൊക്കെ പിടിച്ച് കഴിക്കുക എന്നൊക്കെ രംഷേട്ടനോട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്ന പരിപാടിയാണ്, എങ്ങനെയാണ് കറക്റ്റായിട്ട് പിടിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഒരു ആൽഫ്രെഡോ പാസ്ത, ഇതൊരു വെറൈറ്റി സാധനമായിരുന്നു. ഇത് ഞങ്ങൾ പൊളിച്ചടുക്കി ഇങ്ങനെ ആക്കിയെന്ന് മാത്രം എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട്. എന്തോ ഒരു ബൗളാണ്, ക്രീം ബൗളോ അങ്ങനത്തെ സംഭവം. അതിൽ ചിക്കനോ മഷ്റൂമോ ഒക്കെ ഇടാം. ഇതായിരുന്നു അതിൽ ഹൈലൈറ്റ് കേട്ടോ. ഡിസേർട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കുക്കി ബേക്ക് ചെയ്തിട്ട്, ഇതേ ഒരു കാസ്റ്റ് അയൺ സ്കില്ലറ്റിൽ ബേക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രൗണി വിത്ത് സിസ്ലേഴ്സൊക്കെ പോലെ, പക്ഷേ ബ്രൗണിയേക്കാൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കുക്കി. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മളെല്ലാവരും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരു ഡിന്നർ ഒക്കെ പുറത്ത് പോയി കഴിച്ചു. ഒരു ചെറിയൊരു ഉഷാറായി. എൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊക്കെ അങ്ങനെ ഒരു ഡ്രസ്സൊന്നും ചെയ്യാതെ അങ്ങനെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയാണല്ലേ. അപ്പോൾ അമ്മയും പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഡ്രസ്സ് ഈശ്വര ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വരാനായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒന്നും സാരില്ല, നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ആക്ച്വലി. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ കാറിൽ വന്നു എന്ന് മാത്രം. അപ്പോൾ അതാ ഇനി നേരെ സമയം ഒരു 9:30-10 മണിയായി. നമുക്ക് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.